Good morning, teacher. Good morning, ma'am. Good morning, miss. Jasmine, എത്തിയവളല്ലേ? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർക്കണ്ടോ? ഇവിടെ വരെയായിരുന്നു എത്തിയത മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് മിക്സ് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് എന്താ? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. അപ്പൊ ഇങ്ങനെ ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രാറ്റജി, പ്ലാൻ. ഓക്കെ, തന്ത്രങ്ങള്, പ്ലാനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്രൊഡക്റ്റ് പ്ലാൻ. പ്രൊഡക്ട്സ് എങ്ങനെയൊക്കെയാണ്, അത് എന്താണെന്നൊക്കെ കുറിച്ചുള്ള ഒരു പ്ലാനും അതിന്റെ ആസൂത്രണവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോക്കിയേ, ഡിസിഷൻ എബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. നോക്കിയേ, അതിനകത്ത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത് ഡിസിഷൻ എബൌട്ട് എന്തിനെ കുറിച്ചാണ്? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റിന്റെ വികസനത്തെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ. ഡിസിഷൻ എബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഒരു പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ. ഇതിനാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. നോക്കിയേ, product strategy consists of offering the right consumer goods and services to the right target audience. നോക്കിയേ, എങ്ങനെയാണ് ശരിയായിട്ടുള്ള റൈറ്റ് ഓഡിയൻസിന് ശരിയായിട്ടുള്ള ഗുഡ്സും സർവീസുകളും, ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ചരക്കുകളാവാം, അല്ലെങ്കിൽ സർവീസസ് സേവനങ്ങളാവാം. അപ്പൊ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസിന് ശരിയായിട്ടുള്ള ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസും വാഗ്ദാനം ചെയ്യുന്നതാണ്, ഓഫർ ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്, ശരിയായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് ശരിയായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സുകളും സർവീസുകളും ഓഫർ ചെയ്യുന്നതാണ്, വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ്, ഇനി ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ക്വാളിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്ന ഏതൊക്കെയാന്ന് പറയുന്നത്? ക്വാളിറ്റി വരുന്നുണ്ട്, പിന്നെ ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയൊരു പ്രൊഡക്റ്റ്, അതിന്റെ പാക്കേജുകള്, പിന്നെ ഡിസൈൻ. അതെങ്ങനെ പല ഡിസൈനിങ്ങിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കാമല്ലോ. അതിന്റെ ഡിസൈനിങ്, പിന്നെ അതിന്റെ ബ്രാൻഡ് നെയിംസുകള്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇതെല്ലാം പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഉള്ളിൽ വരുന്നതാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അതിന്റെ ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ ആൻഡ് ബ്രാൻഡ് നെയിംസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. The aim of the, ഇത് അണ്ടർലൈൻ ചെയ്തിടണം, the aim of the product strategy is to evolve product that will meet buyer expectation. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്താ, ലക്ഷ്യം എന്താണ്? To evolve products that will meet the buyer expectation. ബയ്യർ, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആള്, അതാണ് ബയ്യർ എന്ന് പറഞ്ഞത്. ബൈ ചെയ്യുന്ന ആള് ബയ്യർ. ബയ്യറുടെ, അത് വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങള്, പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മളൊരു
ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ ആ ബയ്യറിന്റെ എക്സ്പെക്ടേഷൻ, നമ്മൾ ആ വാങ്ങുന്ന ആള് കസ്റ്റമർ എന്താണോ അതിൽ പ്രതീക്ഷിക്കുന്നത് അതിന്റെ അനുസരിച്ച് ആ ബയ്യറിന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ എയിം എന്താ? ദ എയിം ഓഫ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഡാഷ്. എന്താ എയിം വരുന്നേ? evolve products. Products. To evolve products. അത് എങ്ങനെയുള്ളതാ? That will meet the buyer expectation. അതുകൂടി പറയണം. വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ എന്താ? അത് ഡിസിഷൻ അബൌട്ട് ദ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വികസനത്തെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ, ഒരു തീരുമാനം. ഇത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഇതിൽ എന്താ വരുന്നത്? കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിന് ശരിയായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് ശരിയായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഓഫർ ചെയ്യുക, വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. പിന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് വരുന്നത് ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊക്കെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. പിന്നെ അതിന്റെ എയിം എന്താണ്? എയിം എന്ന് പറയുന്നത് ഈ വാങ്ങുന്ന ആള്, അതായത് ബയ്യർ, വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞു. നമ്മൾ ഇപ്പോഴത്തെ റീസെന്റ് എന്താണ്, ആളുകൾക്ക് എന്താണ് ആവശ്യം, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. എങ്കിലല്ലേ അത് നല്ലൊരു മാർക്കറ്റിംഗ് കിട്ടുള്ളൂ. അപ്പൊ ആളുകളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ളത്, ആളുകൾ നമ്മളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ചെലവാവില്ല. നമ്മുടെ മാർക്കറ്റിംഗിൽ അത് ഫെയിൽ ആയിപ്പോവും, മാർക്കറ്റിംഗ് ഫെയിൽ ആയിപ്പോവും. അപ്പൊ വാങ്ങുന്ന, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഇത് നോക്കിയേ, സെക്കൻഡ് വൺ ആണ് പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. A distribution strategy is the method of distributing goods or services to the end users. End user എന്ന് പറയുന്ന കൺസ്യൂമർ ആണ്. ഇവിടെ ഒന്ന് അതിന്റെ മുകളിൽ എഴുതി വെച്ചോ. എൻഡ് യൂസർ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആണ് എൻഡ് യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താ പറയുന്നത്? ഒരു പ്ലേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ? ഈസ് ദ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമറിന് അത് എന്താ ഗുഡ്സോ സർവീസുകളോ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അത് വിതരണം ചെയ്യുന്ന മെത്തേഡിനാണ്, വിതരണം ചെയ്യുന്ന ആ മെത്തേഡാണ് പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതി, ആ ഒരു മെത്തേഡിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക്, ഡാഷ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ചോദിക്കാം ദ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ എൻഡ് യൂസേഴ്സ് ഈസ് ഡാഷ്. എന്നിട്ട് തരാം അവിടെ പ്രൊമോഷണൽ സ്ട്രാറ്റജി തരാം, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി തരാം, പ്രൈസിങ് സ്ട്രാറ്റജി തരാം, ഏതാ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി തരാം. അപ്പൊ ഏതാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അത് ആ ഒരു ഇത് നോക്കിയാൽ മതി. പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോരുത്. പ്ലേസ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി സെയിം തന്നെയാണ്. എന്താ അത് ഉദ്ദേശിക്കുന്നത്? ഇസ് ദ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ എൻഡ് യൂസേഴ്സ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ വിതരണം ചെയ്യുന്ന സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ കൺസ്യൂമേഴ്സിന് വിതരണം ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഷാരോൺ, വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി? Method of distribution goods or service to end user. Is the method of distributing goods or services to the end user. Consumers. അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയാം. കൺസ്യൂമറിന് ആ ഗുഡ്സോ സർവീസോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഇവിടെ നോക്കിയേ, ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഇതിനകത്ത് എന്താണ്? ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഒരു ചരക്കുകളുടെ ആ ഗുഡ്സിന്റെ ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഭൗതിക വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ. റൈറ്റ് ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. എങ്ങനെയാ? ശരിയായിട്ടുള്ള ഗുഡ്സ് റൈറ്റ് ടൈമില്
റൈറ്റ് കൃത്യമായിട്ടുള്ള പ്ലേസിൽ എത്തിക്കുക. അതല്ലേ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ഗുഡ്സ് ശരിയായിട്ടുള്ള അളവിലുള്ള സാധനങ്ങൾ, ചരക്കുകള് കറക്റ്റ് ടൈം, ഇപ്പൊ നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. ആ കറക്റ്റ് ടൈമില് അറ്റ് റൈറ്റ് പ്ലേസിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്, മാർക്കറ്റിംഗ് ചാനലുകളുടെ തിരഞ്ഞെടുപ്പ്. എന്താ മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന് അവരുടെ ഉപയോഗത്തിനായിട്ട് ഗുഡ്സോ സർവീസോ ലഭ്യമാകുന്ന ആളുകള്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അതിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ് മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒന്ന് എഴുതി വെച്ചോ, മാർക്കറ്റിംഗ് ചാനൽസ്. മാർക്കറ്റിംഗ് ചാനൽ എന്നിട്ട് പറഞ്ഞ സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽ, മാർക്കറ്റിംഗ് ചാനലുകളുടെ സെലക്ഷൻ, അത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. ഓക്കെ, മാർക്കറ്റിംഗ് ചാനൽ. എ മാർക്കറ്റിംഗ് ചാനൽ, a marketing channel is the people, organization, and activities that make goods and services that make the goods and services available, available for use by consumers. കൺസ്യൂമറിന്റെ ഉപയോഗത്തിനായിട്ട് ഗുഡ്സോ സർവീസുകളോ ഒക്കെ ലഭ്യമാകുന്ന ആളുകൾ, ഓർഗനൈസേഷൻ, അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് ആ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽ, മാർക്കറ്റിംഗ് ചാനലുകളുടെ സെലക്ഷൻ. അപ്പൊ അവിടെ എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. Okay, a promotional strategy is a plan that is actionable to influence people about your business, create more leads, and boost customer engagement. Engagement എന്ന് വെച്ചാൽ ഇടപഴകുക എന്നുള്ളതാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. പ്രൊമോഷണൽ സ്ട്രാറ്റജി നിങ്ങളുടെ ഒരു ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാനും, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ഒരു ബിസിനസിനെ കുറിച്ച് ആളുകളെ കുറച്ചും കൂടി സ്വാധീനിക്കാനും, അതുപോലെ കൂടുതൽ ലീഡുകൾ സൃഷ്ടിക്കാനും, ഉപഭോക്തൃ ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പദ്ധതിക്കാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. Is a plan that is actionable to influence the people about your business. ഇപ്പൊ നമ്മുടെ ഒരു ബിസിനസ്, അതിലെ ആളുകളെ എത്രത്തോളം നമുക്ക് സ്വാധീനിക്കാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ ക്രിയേറ്റ് മോർ ലീഡ്സ്, എത്രമാത്രം ലീഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ആൻഡ് ബൂസ്റ്റർ കസ്റ്റമർ എൻഗേജ്മെന്റ്, കസ്റ്റമറുമായിട്ടുള്ള എൻഗേജ്മെന്റ്, ഇടപെടലുകളൊക്കെ വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു പദ്ധതി, മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്ലാനിനെയാണ് നമ്മൾ പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊമോഷണൽ സ്ട്രാറ്റജി is a plan that is actionable to, അതിനകത്ത് എന്താ വരുന്നത്? ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ അബൌട്ട് യുവർ ബിസിനസ്. നമ്മുടെ ഒരു ബിസിനസ്സിൽ എത്രമാത്രം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് മോർ ലീഡ്സ്, കൂടുതൽ ലീഡ്സ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്, കസ്റ്റമറിന്റെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു പദ്ധതിയാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇതിനകത്തും ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. The plan that is actionable to influence the people about your business, create more leads and boost customer engagement. അത് ഇത് സ്ട്രാറ്റജിയിലാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ ചോദിക്കാം. അപ്പൊ അതിനകത്ത് നമ്മള് 3 എണ്ണം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫോർത്ത് വണ്ണാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി. പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? ഡീൽസ് വിത്ത് മോഡ്സ് ഓഫ് സെറ്റിംഗ് പ്രൈസ് വിത്ത് should be both justifiable and competitive and bring in profit. Pricing strategy. ഇത് നമ്മൾ ഒരു പ്രൈസ് നമ്മൾ അത് ഇടുമ്പോ എങ്ങനെയാണ് അത് ജസ്റ്റിഫയബിൾ, നീതി, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കണം, അല്ലെ?
നമ്മൾ അത് എങ്ങും ഇല്ലാത്ത വില ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല, അല്ലെങ്കിൽ വില തീരെ കുറച്ചാണെങ്കിലും നമുക്ക് നഷ്ടമാവും, അത് പ്രൊഡ്യൂസറിന് നഷ്ടമാവും. അപ്പൊ അത് ന്യായീകരിക്കാവുന്നതും അതുപോലെ തന്നെ നല്ലൊരു ലാഭം, കോമ്പറ്റീറ്റീവ് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലാഭം കിട്ടുന്ന തരത്തിലുള്ള വിലകൾ ക്രമീകരിക്കുന്ന രീതികൾ കൈകാര്യം ചെയ്യുന്നതാണ് പ്രൈസിങ് സ്ട്രാറ്റജി. അപ്പൊ അതിനകത്ത് ഡീൽസ് വിത്ത് മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് സെറ്റ് ചെയ്യുന്ന ആ മോഡ്, അതാണ് പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് തന്ത്രങ്ങൾ, പ്രൈസിങ് പ്ലാൻ, അവിടെ നമ്മൾ എങ്ങനെയൊക്കെ പ്രൈസ് അവിടെ സെറ്റ് ചെയ്യാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്യണമല്ലോ. അതിന് നമ്മൾ മേടിച്ച സാധനങ്ങളുടെ വില നോക്കണം, നമുക്ക് അതിനകത്ത് എത്രത്തോളം ആളുകളുടെ ഹാർഡ് വർക്ക് ഉണ്ട്, അപ്പൊ അവർക്ക് കൊടുത്ത കാശ് നമ്മൾ അതിന്റെ ഇത് കൺസിഡർ ചെയ്യണം. പിന്നെ അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ വില ഇടുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ പ്രൊഡ്യൂസറിന് ലാഭം കിട്ടുന്ന തരത്തിലുള്ളതായിരിക്കണം പ്രൈസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ വരുന്നത് തന്നെ മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ്, ഡീൽസ് വിത്ത് ദ മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് വിച്ച് ഷുഡ് ബി, അതെങ്ങനെയായിരിക്കണം, ബോത്ത് ജസ്റ്റിഫിബിൾ ആൻഡ് കോമ്പറ്റീറ്റീവ് ആൻഡ് ബ്രിങ്ങിങ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതും എന്നാൽ ന്യായമായിട്ടുള്ള വിലയും മത്സരാധിഷ്ഠിതവും ന്യായമായിട്ടുള്ള വിലയിലൊക്കെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യുന്ന മോഡാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നാലും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതിങ്ങനെ തന്നെ സെന്റൻസ് തന്നിട്ട് അത് ഏത് സ്ട്രാറ്റജിയിലാണ് വരുന്നതെന്നുള്ളതാ ചോദിക്കണം കേട്ടോ. സെറ്റിംഗ് പ്രൈസ് കണ്ടാൽ തന്നെ അറിയാലോ, പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസ് ഡീൽ ചെയ്യുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി. പിന്നെ എത്രത്തോളം നമ്മൾ ആളുകളെ ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം മോർ ലീഡ്സുകൾ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ളതൊക്കെ വരുന്നതാണ്. അതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ വരുന്നതാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അറിയാലോ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ്, ആ മെത്തേഡ് അതിനാണ് പറയുന്നത് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ഫസ്റ്റ് പ്രോഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഡിസിഷൻ അബൌട്ട് ദ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഡിസിഷൻ. ഇത് നാലെണ്ണം ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ കുറച്ചൊരു മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. നിങ്ങൾ ആ ഹെഡിങ് അതങ്ങ് വെട്ടിക്കളഞ്ഞാലേ, അവിടെ വേണ്ട, ആ ഹെഡിങ് അവിടെയല്ല വേണ്ടത് കേട്ടോ, അത് താഴേക്ക് വരേണ്ട കാര്യമാണ്. അതൊന്ന് ആ ഹെഡിങ് മാറ്റിയിട്ട് അവിടെ കൊടുക്കേണ്ട ഹെഡിങ് ഞാൻ പറയാം. സ്റ്റെപ്സ് involved in steps involved INVOLVED steps involved in marketing a new hospital. Steps involved in marketing a new hospital. അതാണ് അതിന്റെ ഹെഡിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഹെഡിങ് വേണ്ട കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് റിസൈഡിങ് ആൻഡ് ഓൾഡ് വൺ ആണ് ഹെഡിങ് വേണ്ട. അവിടെ കൊടുക്കേണ്ട ഹെഡിങ് ഇതാണ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഹെഡിങ് കൊടുത്തോ? പ്രിന്റഡ് നോട്ടിൽ തന്നെ കറക്റ്റ് ചെയ്താൽ മതി. കറക്റ്റ് ആക്കിയോ അവിടെ? ഓക്കെ, അപ്പൊ ഇനി അത് നോക്കിയപ്പോ നമ്മുടെ ഈ ഒരു പുതിയൊരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റെപ്സ് ആണ് പറയുന്നത്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ, ഒരു പുതിയ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകളാണ് വരുന്നത്. അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6, അങ്ങനെ 6 സ്റ്റെപ്പ് വരുന്നത്. അത് ഓരോന്നും നോക്കാം. അപ്പൊ അതിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലോ ഒരു പുതിയൊരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. എന്താണ്? ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്സുകൾ നോക്കണം കേട്ടോ. ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതെന്താ നോക്കിയേ, ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ മനസ്സിൽ വരുന്ന ആശയങ്ങൾ, ഐഡിയാസ്. ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു പുതിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉടലെടുക്കുന്നു. അതിന്റെ കീഴിൽ വരുന്നത് എന്താണ്? ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ ഒരു മൈൻഡിൽ വരുന്ന ജനിക്കുന്ന ഐഡിയകൾ.
അവിടെയാണ് നമ്മൾ താഴെ ഇപ്പൊ നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ, അത് അവിടെ താഴേക്ക് എഴുതാം. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റിസൈഡിങ് ആൻ ഓൾഡ് വൺ. ഒരു പുതിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു പുതിയ ഉൽപ്പന്നത്തിന്റെ വികസനം, ഡെവലപ്മെന്റ് ആൻഡ് റിസൈഡിങ് ആൻ ഓൾഡ് വൺ. പഴയതാണെങ്കിൽ അത് ഒന്നോടെ റീഡിസൈൻ ചെയ്യുക. ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. പുതിയ ഒരു പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പഴയതാണെങ്കിൽ അതെന്താണ്, പഴയതിനെ കുറിച്ചുള്ള ഓൾഡ് വൺ, പഴയ ഒരു ഇത് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുക. ഓക്കെ, റീഡിസൈനിങ് ആൺ ഓൾഡ് വൺ. പഴയത് ഒന്നോടെ രൂപഭേദമൊക്കെ വരുത്തി ഒന്ന് റീഡിസൈൻ ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് 1 വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് ചെയ്യുക. സ്ക്രീനിങ് അതെങ്ങനെയാ നോക്കിയേ. ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇഫ് നോട്ട് റിമൂവ്ഡ്. ഐഡിയ, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ. ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും അതുപോലെ തന്നെ നല്ലൊരു സെയില് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആശയം. അതാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽ ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും അതുപോലെ തന്നെ നല്ല വിൽപ്പന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുള്ളൊരു ആശയം. അതാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. ഇഫ് നോട്ട് റിമൂവ്ഡ്, അതായത് റിമൂവ് ചെയ്തില്ലെങ്കിൽ, നീക്കം ചെയ്തില്ലെങ്കിൽ. പിന്നെ അടുത്തത് സ്ക്രീനിങ്ങിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ സ്ക്രീനിങ് ചെയ്യും. നമ്മളിപ്പോ ഒരു എവിടെയെങ്കിലും ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും അല്ലെ, അവിടെ സ്ക്രീൻ ചെയ്യുന്നു. എന്നിട്ടാണ് അതിൽ നിന്ന് ഒരു ഡിസിഷൻ അവരെടുക്കുന്നത്. ആപ്റ്റ് ആണോ, ഇത് നമ്മുടെ ജോലിക്ക് കറക്റ്റ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിങ്ങിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ആണ്. ആ സ്ക്രീനിങ് ചെയ്തത്, ആ സ്ക്രീനിങ്ങിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, ഓക്കെ ആണോ എന്നുള്ളത്. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. ഡിസിഷൻ മെയ്ഡ് എന്ന് പറയുന്നത് എടുക്കുന്ന തീരുമാനങ്ങൾ അത് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. യൂസിങ്, ഇവിടെ നോക്കിയ അടുത്ത നെക്സ്റ്റ് അതിന്റെ താഴെ തരുന്ന തന്നെയാണ്. യൂസിങ് ചെക്ക് ലിസ്റ്റ് വിത്ത് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. യൂസിങ് ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നു. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ലിസ്റ്റുകള് പ്രൊവൈഡ് ദ ഡീറ്റെയിൽ ഓഫ് ഫോർ എവരി സ്റ്റെപ്സ് ഇൻ പ്രോസസ്. ഒരു പ്രോസസ്സിൽ നടക്കുന്ന എല്ലാ സ്റ്റെപ്പുകളുടെയും ഡീറ്റെയിൽ ആണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ഇത്രയും ഫാക്ടേഴ്സ്, താഴെ തന്നിരിക്കുന്ന ഈ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. അത് ഏതൊക്കെയാ ഇത് വന്നേന്ന് നോക്കിയേ. ഈ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഏതൊക്കെയാ? ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു ഉൽപ്പന്നത്തിന്റെ, ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ ഒക്കെ ക്വാളിറ്റി, സവിശേഷത. ഫീച്ചർ, സവിശേഷത, ഓർ ക്വാളിറ്റി ഓഫ് ഫീച്ചർ ഓർ ക്വാളിറ്റി ഏതായാലും ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, സേവനങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ സവിശേഷത. അവൈലബിലിറ്റി ഓഫ് ന്യൂ മെറ്റീരിയൽ ഓർ പേഴ്സണൽസ്. അപ്പൊ ഇതിനകത്ത് വരുന്ന ചെക്ക് ലിസ്റ്റിന്റെ ഇതിനകത്ത് വരുന്നതാണ് ഏതാണ്? ഒരു പുതിയൊരു മെറ്റീരിയൽ, റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അതിന്റെ റോ മെറ്റീരിയലിന്റെ ലഭ്യത. ആൻഡ് പേഴ്സണൽ, ഉദ്യോഗസ്ഥര്, ആളുകള്, ജോലിക്കാര്, അവർക്കുടെ അവൈലബിലിറ്റി നോക്കും. പിന്നെ കമ്പനീസ് കപ്പാസിറ്റി, കമ്പനിയുടെ കഴിവ്, കേപ്പബിലിറ്റി, കമ്പനിയുടെ കഴിവ്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കാനുള്ള അത്രയും ആ ഒരു കേപ്പബിലിറ്റി കമ്പനിക്ക് ഉണ്ടാവണം അല്ലെ. അപ്പൊ കമ്പനിയുടെ ആ ഒരു നിലവാരം, അതിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിനകത്ത് ചെക്ക് ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളുന്ന ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഒന്നാമത്തെ ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. സവിശേഷതകൾ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റോ സേവനത്തിന്റെ ഒക്കെ ക്വാളിറ്റി, സവിശേഷത. പിന്നെ അവൈലബിലിറ്റി, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പേഴ്സണൽ, ഉദ്യോഗസ്ഥരുടെ ഒക്കെ ലഭ്യത നോക്കും. നമ്മൾ അത് ഉണ്ടാക്കാനുള്ള അത്രയും ആളുകൾ അവൈലബിൾ ആണോ, അവൈലബിലിറ്റി നോക്കും. പിന്നെ അത് ഉണ്ടാക്കാൻ കമ്പനിക്ക് കേപ്പബിലിറ്റി ഉണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതും ചെക്ക് ലിസ്റ്റിൽ വരുന്നതാണ്.
ചെക്ക് ലിസ്റ്റിന്റെ അവിടെ ഒന്ന് എഴുതി വെച്ച ഒരു സെന്റൻസ് എഴുതിക്കോ. ചെക്ക് ലിസ്റ്റ് പ്രൊവൈഡ് detail for every step. Checklist provide detail for every step in a process. ഒരു പ്രോസസ്സിന്റെ എല്ലാ സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ്, അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞേക്കുന്നത്. 3 എണ്ണം പറഞ്ഞു. ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓർ പേഴ്സണൽ, നെക്സ്റ്റ് തേർഡ് വൺ കമ്പനീസ് കേപ്പബിലിറ്റി. ഓക്കെ, ഏതൊക്കെയാണ് തുഷാര? ഏതൊക്കെയാ ഫാക്ടേഴ്സ്? ഈ ഫാക്ടേഴ്സ് അപ്പോൾ ഉള്ള ചെക്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ്? ഏതൊക്കെയാ? Feature or quality of product or service, availability of raw material or personnel, company's capability. കമ്പനിയുടെ കഴിവ്, capability. ഇനി ഫെസിലിറ്റീസ് റിക്വയർഡ്. ഫെസിലിറ്റീസ് എന്തൊക്കെയാ? ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ചെയ്യാനും അതുപോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ഫെസിലിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഫെസിലിറ്റി റിക്വയർഡ്, ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ബിസിനസ് അനാലിസിസ്. ബിസിനസ് അനലൈസ് ചെയ്യുന്നു. ബിസിനസ് അനാലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? Generation of the concept of new. Okay, generation of the concept of the new product. Second one, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് വൺ ഏതാ? അതിനുശേഷം 2ാമത്തെ സ്ക്രീനിങ് നടത്തുന്നു. പിന്നെ 3ാമത്തെ ആണ് ബിസിനസ് അനാലിസിസ്. അനലൈസ് ചെയ്യുന്നു, ഇതിനെ വിശകലനം ചെയ്യുന്നു. ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, മൊത്തത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള വിപണി സാധ്യതകളുടെ വിലയിരുത്തൽ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മളൊരു ഡിസിഷൻ എടുത്തു. ഇനി അത് അനലൈസ് ചെയ്യും. നമ്മൾ അത് എത്രത്തോളം ഒരു വിപണിയിൽ എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു അനാലിസിസ്, അതിനെ വിലയിരുത്തുക. ഇവാലുവേഷൻ ഓഫ് ഓവറോൾ, മൊത്തത്തിലുള്ള കോംപ്രഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, മൊത്തത്തിലുള്ള സമഗ്രമായിട്ടുള്ള വിപണി സാധ്യതകളുടെ വിലയിരുത്തൽ. ഇനി നോക്കിയാൽ അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത് നോക്കിയേ, ഫിനാൻസ് റിസോഴ്സുകൾ ഏതൊക്കെയാണ്? ഫോർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ്, അത് പ്രൊമോഷൻ ചെയ്യാനുള്ളത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകൾ നോക്കും. പിന്നെ ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളർച്ചാ നിരക്കും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, ഉൽപ്പന്നത്തെ ആ പ്രൊഡക്റ്റിന്റെ മത്സരം എത്രത്തോളം അത് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് കോമ്പറ്റീഷൻ ഉണ്ടാക്കും. ആ ഉൽപ്പന്നത്തിന്റെ മത്സര ശക്തിയും കോമ്പറ്റീവ് ചെയ്ത് അതിനോടൊപ്പം നിൽക്കോ, കൂടുതലാവോ എന്നുള്ളതൊക്കെ ആ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും ഇതിനകത്ത് വരും. ബിസിനസ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള ഒരു വിപണി സാധ്യത നോക്കുന്നു. ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, മൊത്തത്തിലുള്ള വിപണി സാധ്യത അനലൈസ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഫിനാൻഷ്യൽ റിസോഴ്സ്, പ്രൊഡക്ഷൻ, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയ്ക്കായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് അനലൈസ് ചെയ്യും. അത് അത്രത്തോളം ഫിനാൻഷ്യലി ഉണ്ടാവും എന്നുള്ളതാണ് വിലയിരുത്തുന്നു. പിന്നെ അതുകൂടാതെ ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, ഗ്രോത്ത് റേറ്റ് വളർച്ചാ നിരക്കും പിന്നെ ഉൽപ്പന്നത്തിന്റെ ഒരു മത്സര ശക്തിയും എന്താണെന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ജാസ്മിൻ ഏതൊക്കെയാണ് ബിസിനസ് അനാലിസിസിൽ വരുന്നത്? ബിസിനസ് അനാലിസിസ്. Evaluation of overall comprehensive market potential. Financial resources for production, promotion and distribution.
growth rate and ഗ്രോത്ത് റേറ്റ് അതിന്റെ ഗ്രോത്ത് വളർച്ചാ നിരക്ക് എന്തുണ്ട് ആ പ്രോഡക്റ്റിന്റെ മത്സര ശക്തി എത്രത്തോളം കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഉണ്ട് ആ പ്രോഡക്റ്റിന്റെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും അനലൈസ് ചെയ്യും. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇനി അത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, വാൺസ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എക്സെട്ര. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിലേക്ക് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമറിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്, അവരുടെ വാൺസ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, പാക്കേജിങ്, ബ്രാൻഡിങ് എന്നിവയൊക്കെയുള്ള ഒരു ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യും. നമ്മളൊരു ഇത് പ്രൊഡക്റ്റ് ആക്കി അത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസ്യൂമറിന്റെ ആ പ്രൊഡക്റ്റിനുള്ള റിയാക്ഷൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം അതിനെ എടുക്കുന്നുണ്ട് എന്നുള്ളത് ആ റിയാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, കൺസ്യൂമറിന്റെ വാൺസുകൾ, പാക്കേജിങ്, പിന്നെ ബ്രാൻഡിങ് എന്നിവയെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, വാൺസ്, പാക്കേജിംഗ്, branding, etc. Engineering department changes idea into final product. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ അത് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് ഇങ്ങനെ നമ്മള് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തു അല്ലെ. ഇതെന്താ കൺസ്യൂമർ റിയാക്ഷൻ എന്താണ്, വാൺസ് എന്താണ്, പാക്കേജിങ്, ബ്രാൻഡിങ്ങുമായിട്ട് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അത് ചേഞ്ച് ഐഡിയാസ് ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. ഐഡിയാസ് ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ഐഡിയാസ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ആ ഫീഡ്ബാക്കിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റില് വ്യത്യാസമൊക്കെ വരുത്തി അതൊരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് ആ ഐഡിയാസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഐഡിയാസ് ചേഞ്ച് ചെയ്യുന്നു. ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് ആ ഒരു ഐഡിയാസ് ചേഞ്ച് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയാസ് ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് ഐഡിയാസ് ചേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. അതാണ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്താലും ടെസ്റ്റ് ചെയ്യാറില്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്കും അല്ലെ? ടെസ്റ്റ് മാർക്കറ്റിംഗ്. അപ്പൊ എന്താണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊഡക്റ്റിന്, ഒരു പുതിയ പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിന്റെ റിയാക്ഷൻ, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് അതിനോട് കൺസ്യൂമർ എത്രത്തോളം റിയാക്ഷൻ ഉണ്ട്, എത്രത്തോളം അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, ടെസ്റ്റ് മാർക്കറ്റിംഗ്. അവിടെ ടെസ്റ്റ് മാർക്കറ്റിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വേണമെങ്കിൽ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. Okay. Test marketing is a tool. Test marketing is a tool. Test marketing is a tool used by the companies. To check the viability, viability പ്രവർത്തനക്ഷമത, viability of their new product, viability of their new product, or a marketing campaign, COMPAIGN, campaigns, COMPAIGN, campaign before it is being
It is being, B-E-I-N-G. Launched, L-A-U-N-C-H-E-D, launched in the market before it is being launched in the market on a large scale. On a large scale. എയിം എന്താ? ഈ ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ is to predict sale and profit. എത്രത്തോളം സെയിൽ നടക്കും, എത്രത്തോളം നമുക്ക് ലാഭം ഉണ്ടാകും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യുക അല്ലെ? ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ അത് എത്രത്തോളം സെയിൽ നടക്കും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത്. അതാണ് ഈ ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. എഴുതിക്കോ. The aim is to predict, P-R-E-D-I-C-T. Aim is to predict sales and profit. Aim is to predict sales and profit. എത്രത്തോളം സെയിൽ ഉണ്ടാവും, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് പ്രിഡിക്റ്റ് ചെയ്യുക, മുൻവിധിക്കുക. അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6th വൺ, 6ാമത്തെ സ്റ്റെപ്പാണ് കൊമേഴ്സ്യലൈസേഷൻ. കൊമേഴ്സ്യലൈസേഷൻ, COMMERCIALISATION, കൊമേഴ്സ്യലൈസേഷൻ. ഇതിന്റെ മലയാളം എന്താണെന്നറിയോ? കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. വാണിജ്യവൽക്കരണം. അതിനകത്ത് വരുന്നതാണ് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വൻതോതിലുള്ള വിൽക്കല് വാങ്ങല്, അതാണ് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലാർജ് സ്കെയിലുള്ള വിൽക്കലും വാങ്ങലും ഒക്കെ ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദ മാർക്കറ്റ്. അതാണ് കൊമേഴ്സ്യലൈസേഷൻ. ഒരു പുതിയൊരു പ്രൊഡക്റ്റോ സർവീസുകളോ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക, അതിനാണ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഈസ് ദ പ്രോസസ് ഓഫ് bringing new product or services to the market. Is the process of bringing new product or services to market. ഒരു മാർക്കറ്റിലേക്ക് ഒരു പുതിയ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ കൊണ്ടുവരുന്നതിനെയാണ് ഈ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വൻതോതിലുള്ള വിൽക്കൽ വാങ്ങൽ. ഇത്രയാണ് നമ്മള് 6 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഒരു പുതിയൊരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്തതിലുള്ള സ്റ്റെപ്പുകള് 6 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഏതൊക്കെയായിരുന്നു സ്റ്റെപ്പുകള്? വേഗം ഒന്ന് പറഞ്ഞേ. 6 സ്റ്റെപ്സ് ഏതൊക്കെ വരുന്നേ? Generation of the സെക്കൻഡ് വൺ സ്ക്രീനിങ് നടത്തുന്നു, പിന്നെ analyze അനലൈസ് ചെയ്യുന്നു, അതിനെ സ്ക്രീനിങ് നടത്തിയിട്ട് നെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നു, പിന്നെ development, പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, test marketing, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും അല്ലെ. ടെസ്റ്റ് മാർക്കറ്റിംഗ്, commercialization, കൊമേഴ്സ്യലൈസേഷൻ, ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് നടത്തും. ഓക്കെ, ഇനി അടുത്ത നോക്കി. അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ ആ സ്റ്റെപ്സ് എന്നുള്ളത് അത് വെട്ടിക്കളഞ്ഞു, ഇനി അത് വേണ്ടല്ലോ. അവിടെ ആ സ്റ്റെപ്പ് എന്നുള്ള സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ അതങ്ങ് വെട്ടിക്കളഞ്ഞേരെ. അതാ അവിടെ ആദ്യമായിരുന്നു ആ ഹെഡിങ് വരേണ്ടത്, അത് വെട്ടിക്കളയാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. The hospital marketing function has been broadly adopted as a way to learn about market. എന്താണ്? മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കുക, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who
who may be able to buy such services. മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാനും മതിയായിട്ടുള്ള വിഭവങ്ങളെ അട്രാക്ട് ചെയ്യാൻ, ആകർഷിക്കാനും, അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സ് അട്രാക്ട് ചെയ്യാനും, ഉചിതമായിട്ടുള്ള സേവനങ്ങൾ വികസിപ്പിക്കാനും, ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, ഉചിതമായിട്ടുള്ള സേവനങ്ങൾ വികസിപ്പിക്കാനും, പിന്നെ അതുപോലെ അത്തരം സേവനങ്ങൾ വാങ്ങാൻ കഴിയുന്നവരോട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് to those who may be able to buy such services. ആ സർവീസുകൾ വാങ്ങാൻ കഴിയുന്നവരോട് അത്തരം സാധനങ്ങളുടെ ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമായിട്ട് ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ദ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഹാസ് ബീൻ ബ്രോഡ്ലി അഡോപ്റ്റഡ്. എന്തായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്? Hospital marketing function has broadly adopted as to learn about market. മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാനും, റിസോഴ്സുകൾ അട്രാക്ട് ചെയ്യാനും, ടു ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസുകൾ വികസിപ്പിക്കാനും, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് അത്തരം ഈ ഗുഡ്സ് സർവീസുകളൊക്കെ വാങ്ങാൻ കഴിയുന്നവരോട് എന്താണ് അതിന്റെ ഒരു ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമായിട്ട് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ ഫംഗ്ഷൻ വ്യാപകമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതിൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. അതിനകത്ത് രണ്ടിതായിട്ടാണ് വരുന്നത്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗില് രണ്ടെണ്ണമായിട്ട് പറയുന്നത് മാർക്കറ്റ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാർക്കറ്റ് പ്ലാനിംഗ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താ മാർക്കറ്റ് പ്ലാനിംഗ്? അത് അതിനകത്ത് ഡീറ്റെയിൽ നിങ്ങൾക്ക് വരുന്നില്ല കേട്ടോ. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാനിംഗ് ആണ്, ഒരു ആസൂത്രണമാണ് ശരിക്കും. ഒരു ബിസിനസിന്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും ആ ജോലി എപ്പോൾ നമ്മൾ പൂർത്തിയാക്കും എന്നുള്ളത് ചെയ്യുന്ന ഒരു ആസൂത്രണത്തിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്ലാനിംഗ് ബിസിനസിന്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുകയും ആ വർക്ക് എപ്പോ കംപ്ലീറ്റ് ആക്കും, ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ച ഒരു സെന്റൻസ് എഴുതിക്കോ. മാർക്കറ്റ് പ്ലാനിംഗ് is the process of defining activities that will support business goals, GOALs, business goal, ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ, to support business goals and establishing establishing a timeline for when that work will be completed. A timeline for when എപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആകും. For when that work will be completed. അപ്പൊ മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഇതൊരു പ്ലാനാണ്. എന്താ? ബിസിനസിന്റെ ഗോൾസുകൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ ഒരു ടൈം ലൈൻ ഉണ്ടാവും. ആ ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പ്ലാനിംഗ് ആണ്. ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അതിന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പ്ലാനിംഗ് ആണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് നെക്സ്റ്റ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ടാർജറ്റ്, നമുക്ക് എന്താണ് നമ്മുടെ ഒരു ടാർജറ്റ്, ആ ലക്ഷ്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറാണ്. നമ്മുടെ ഒരു ടാർജറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മീഡിയ ആകാം,
നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതാണെങ്കിൽ നമുക്ക് അത് അഡ്വർടൈസ് ചെയ്യാലോ. അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, മീഡിയ വഴി കൊടുക്കാം, ചാനലുകളിൽ നമുക്ക് പരസ്യങ്ങൾ കൊടുക്കാം. അപ്പൊ അത് എന്താ പറയുക, നമ്മുടെ ആ ഒരു ടാർഗറ്റ് നമുക്ക് എങ്ങനെയായാലും അത് നേടിയെടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതും കൂടി എഴുതി വെച്ചോ കേട്ടോ. അതിന്റെ നേരെ ഒരു സെന്റൻസ് എഴുതിക്കോ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ is the messages and media that marketers use to communicate with the target market. Okay, marketing communication is the messages and media that the marketers use to communicate with the target markets. Full stop. ഒരു സെന്റൻസ്. It is also known as macrom. അതുകൂടി എഴുതി വെച്ചോട്ടോ. It is also known as macrom. MARCOM. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാർക്കോം. MARCOM. മാർക്കോം. ഒരു ടാർഗറ്റ് നേടിയെടുക്കാൻ മാർക്കറ്റ് ടാർഗറ്റിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നതാണ്. മാർക്കറ്റ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ഇലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഇലമെന്റ്സ് ഏതൊക്കെയാണ്? മാർക്കറ്റ് പ്ലാനിന്റെ ഘടകങ്ങൾ, മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഇലമെന്റ്സ്. ഇതിനകത്ത് 7 എണ്ണമായിട്ടാണ് തന്നേക്കുന്നത്. ഈ ഒറ്റയടിക്ക് തന്നേക്കാം. ഓരോന്നൊന്ന് നമ്പർ ഇടുക. ഫസ്റ്റ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഇത് ചോദിക്കൂട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഇലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാൻസിന്റെ ഇലമെന്റ്സ് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് വരുന്നത് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഓക്കെ, ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അവിടെ 2 ഒരു നമ്പർ ഇട്ടേക്കാം. അവിടെ ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. മാർക്കറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് അനാലിസിസ് റിസർച്ച്. തേർഡ് പോയിന്റ് ഏതാ? അനാലിസിസ് റിസർച്ച്. റിസർച്ച് അനലൈസ് ചെയ്യുക. അനലൈസ് റിസർച്ച്. അനാലിസിസ് എന്നില്ല, അനലൈസ് റിസർച്ച്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. അത് 4 ഇടുക കേട്ടോ. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. നെക്സ്റ്റ് 5ാമത്തെ ആണ് ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. അത്രേ ഉള്ളൂ. ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. 5. 6ാമത്തെ ആണ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. അത്രേ ഉള്ളൂ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. നെക്സ്റ്റ് 7th വൺ ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ എലമെന്റ്സ്? മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് ഏതൊക്കെയാ? ആരാണ്? ജിനി ഒന്ന് വായിക്കോ? നമ്മൾക്ക് 7 പോയിന്റ്സ് ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന്? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. സെക്കൻഡ് വൺ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മൂന്നാമത്തെ അനലൈസ് റിസർച്ച്. നാലാമത്തെ ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഡെവലപ്മെന്റ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്.
ഓക്കെ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സ്. അത് 7 പോയിന്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്തില്ലേ? അവിടെ തന്നെ ഇട്ടാൽ മതി. പ്രിന്റർ നോട്ടിൽ തന്നെ 7 പോയിന്റ് ആട്ടോ അത് ഓരോന്നും ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. ഓരോന്നും അതിൻ്റെതായ എക്സാമ്പിളും ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും. ഓക്കെ, നോക്കാം നമുക്ക് ഓരോന്നും. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യം. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾ എന്താ? ഗോൾ GOAL. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. ഗോള്, ആ ഗോൾ എന്താണ്, അത് നമ്മൾ മാർക്കറ്റ് ഗോൾ എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ. സെറ്റ് ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ എയിംസ് ടു അച്ചീവ് ഓവർ ദ നെക്സ്റ്റ് 18 to 24 months. നോക്കിയേ, അടുത്ത നമ്മുടെ അടുത്ത 18 to 24 മാസങ്ങള്, 18 മുതൽ 24 വരെയുള്ള മാസം. അപ്പൊ അത് എത്ര, ഏകദേശം എത്ര ഇത് വരും? 2 വർഷത്തോളം അല്ലെ? 2 വർഷം അല്ലേ? ഒരു വർഷത്തിൽ എത്ര മന്ത് ഉണ്ട്? 12 അല്ലേ? അപ്പൊ 24 months എന്ന് പറഞ്ഞാൽ എത്രയാ? 2 വർഷത്തോളം വരും. 2 വർഷം അല്ലെ? 18 ഒടുങ്ങി 24 months, 24 മാസം വരെയുള്ളത്. അതായത് 2 വർഷം ഉള്ളില് അടുത്ത് നമ്മൾ 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സത്യസന്ധവും ട്രൂത്ത്ഫുൾ, സത്യസന്ധവും മെഷറബിൾ, അളക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ലക്ഷ്യങ്ങള് നമ്മൾ സജ്ജമാക്കുക. അതാണ് ഒന്നാമത്തെ സെറ്റ്. ഗോള് സെറ്റ് ചെയ്യും. മാർക്കറ്റിംഗ് ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർഷത്തെ ഉള്ളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യം, നേടിയെടുക്കാൻ പറ്റുന്ന സത്യസന്ധ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളതും നമുക്ക് അളക്കാൻ പറ്റുന്ന മെഷറബിളും ആയിട്ടുള്ള എയിം സെറ്റ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് മാർക്കറ്റ് മാറാലോ. അപ്പൊ നമ്മൾ ഒരു 10 വർഷത്തേക്കുള്ളത് മുന്നിൽ കണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ 2 വർഷം 3 വർഷം കൊണ്ട് നമുക്കത് മാറാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ആ ഒരു എന്താ പറയാ ഗോള് നമുക്ക് മാറാൻ സാധ്യതയുണ്ട് വർഷങ്ങളുടെ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഒരു 2 വർഷത്തിന്, അടുത്ത ഒരു 2 വർഷം കൊണ്ട് നേടിയെടുക്കാം. ഒരുപാട് വർഷത്തേക്കുള്ളത് വരാൻ പറ്റില്ല. ഒരു 2 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാവുന്ന ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യം സജ്ജമാക്കുക. ഇതാണ് മാർക്കറ്റ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ കാര്യം. ഒരുപാട് വർഷങ്ങൾ മുന്നിൽ കണ്ടുള്ളത് ചെയ്യരുത്. 2 വർഷം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോള് സെറ്റ് ചെയ്തെടുക്കുക. ഡ്യൂ ടു ദി സ്വിഫ്റ്റ് ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോള് നേടിയെടുക്കാൻ. നോക്കിയേ, എന്തുകൊണ്ടാന്ന് നോക്കിയേ, സ്വിഫ്റ്റ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. നമുക്കത് ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങള്. We do not suggest planning specific activity more than 2 years in advance. അപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹെൽത്ത് കെയർ എൻവയോൺമെന്റിലൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ നമ്മൾ ഒരുപാട് വർഷത്തെ മുന്നിൽ കണ്ടുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. 3 വർഷം കഴിയുമ്പോൾ വേറെ ഗോള് അല്ലെങ്കിൽ വേറെ ലക്ഷ്യം ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് അധികം അവര് സജസ്റ്റ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേ. We do not suggest planning specific activities more than 2 years in advance. 2 വർഷത്തിൽ കൂടുതൽ ഇത് നമ്മുടെ ഗോളിന്റെ ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം, ആരോഗ്യ പരിസ്ഥിതി പരിപാലന രംഗത്ത് ഉണ്ടാകുന്ന മാറ്റം കാരണം നമ്മള് ഹെൽത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, 2 വർഷം കൊണ്ട് 2 വർഷത്തിൽ കൂടുതൽ ഇത് എടുക്കുന്ന ലക്ഷ്യമൊന്നും അല്ലെങ്കിൽ ആ ഗോള് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, അത് സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. 2 വർഷത്തിൽ കൂടുതൽ മുൻകൂറായിട്ടുള്ള പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ അതിൽ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ പറഞ്ഞേക്കുന്ന നോക്കി,
എക്സാമ്പിൾ ആയിട്ട് ഇവിടെ രണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ, എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് സീൻ ഇൻ ദ പ്രാക്ടീസ് ബൈ 5% within the first 6 months and 10% by the end of the first month. ആദ്യത്തെ ഇതിന്റെ പേഷ്യന്റ് അവരിതാ പറഞ്ഞേക്കണേ, ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഒരു പുതിയ ഒരു പേഷ്യന്റ്, ന്യൂ പേഷ്യൻസിന്റെ എണ്ണം 5% ആയി. എന്നാൽ അത് ആദ്യ വർഷം അവസാനത്തോടുകൂടി അത് 10% ആയിട്ട് വർദ്ധിപ്പിക്കുക. കാരണം ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പുതിയ പേഷ്യന്റിന്റെ എണ്ണം 5% ആയിരുന്നു. അത് ആദ്യ വർഷ അവസാനത്തോടുകൂടി അത് 10% ആയിട്ട് വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ്, എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% വിത്തിൻ 24 months. 24 മാസത്തിനുള്ളിൽ 24 മന്തിന് ഉള്ളിലായിട്ട് നമ്മളുടെ മൊത്തം വരുമാനം 30% വർദ്ധിപ്പിക്കുക, 30% എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ആ രണ്ട് ഇതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഫസ്റ്റത്തെ പറഞ്ഞു ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഉണ്ടോ, വിത്തിൻ ദ ഫസ്റ്റ് 6 months, ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പുതിയ ഒരു പേഷ്യൻസിന്റെ എണ്ണം 5% ആയിട്ട് വർദ്ധിപ്പിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. അത് ആദ്യ വർഷ അവസാനത്തോടു കൂടി അത് 10% ആക്കുക. 10% 5 എന്നുള്ളത് 10% ആയിട്ട് വർദ്ധിപ്പിക്കുക. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യന്റ് സീൻ ഇൻ ദ പ്രാക്ടീസ് ബൈ 5% within the first 6 months and 10% by the end of the first year. ആ ഫസ്റ്റ് ഇയറിന്റെ അവസാനം അത് 10% ആയിട്ട് വർദ്ധിപ്പിക്കുക. എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% within 24 months. 24 മന്ത്സിനുള്ളിൽ നമ്മുടെ മൊത്തം ഗ്രോസ് റവന്യൂ, മൊത്തം വരുമാനം 30% ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി നോക്കിയേ, സെക്കൻഡ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നടത്തുക. ഓക്കെ, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് is the process by systematically collecting, recording and examining data and information. മാർക്കറ്റിംഗ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ചുകൾ. അതിനകത്ത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ്, എന്താ മാർക്കറ്റ് റിസർച്ച്? പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് കളക്ടിങ്, ശേഖരിക്കുന്നു, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡേറ്റാസും ഇൻഫർമേഷനും ഒക്കെ സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡേറ്റാസ് എക്സാമിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താ മാർക്കറ്റ് റിസർച്ച്? വാട്ട് ഈസ് മാർക്കറ്റ് റിസർച്ച്? It's the process of collecting, recording and examining data and information. Systematically collecting, recording and examining data and information. അതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. About customers, competitors and markets. It can be used to decide which portion of the population will buy the product or services based on variables such as age, gender, location and income level. Age, അവരുടെ വയസ്സിനനുസരിച്ച്, ജെൻഡർ, മെയിൽ ഫീമെയിൽ ജെൻഡർ, ലൊക്കേഷൻ, ഇതൊക്കെ ആൻഡ് ഇൻകം ലെവല് തുടങ്ങിയ വേരിയബിളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ജനസംഖ്യയുടെ പോപ്പുലേഷന്റെ ഏത് വിഭാഗമാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഈ മാർക്കറ്റ് റിസർച്ച് ഉപകരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഏജ് നോക്കുക. ഒരു പ്രത്യേക ഏജിലുള്ള ആളുകൾക്ക് ഇന്ന സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അവർക്ക് ഏജ്, അത് മെയിലും ഫീമെയിലിനും അതിന്റെ ജെൻഡർ നോക്കണം, ലൊക്കേഷൻ, അവർക്കുടെ ഇൻകം ലെവല്, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പോപ്പുലേഷന്റെ ഏത് ഭാഗമാണ് ആ ഒരു ഉൽപ്പന്നമോ സർവീസോ വാങ്ങാൻ തീരുമാനിക്കുന്നത്, അത് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ ഈ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്തത് കൊണ്ട് ഉപകരിക്കും. Market research is normally primary or secondary. Primary market research ഉണ്ട്, secondary market research ഉണ്ട്. അപ്പൊ മാർക്കറ്റ് റിസർച്ച് ഒന്നില്ലെങ്കിൽ പ്രൈമറി ആവാം അല്ലെങ്കിൽ സെക്കൻഡറി ആവാം. മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, അതിനകത്ത് ഏതൊക്കെയാ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്? ടെസ്റ്റിംഗ് ലൈക്ക് സർവേസുകള്,
ഫീൽഡ് ടെസ്റ്റുകള്, ഇന്റർവ്യൂ ഓർ ഒബ്സർവേഷൻ, ഇതൊക്കെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ്. ഏതാ? ടെസ്റ്റിംഗ് ലൈക്ക് സർവേ നടത്തൂലേ? സർവേകൾ നടത്തിയ ആളുകളുടെ സർവേയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അവർക്കുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് ടെസ്റ്റ് നടക്കും, ഇന്റർവ്യൂകൾ നടത്താം, ഓർ ഒബ്സർവേഷൻ ഒക്കെ നടത്താം. ഇതാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന ഏതാ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഓർ ഒബ്സർവേഷൻ, ഇതൊക്കെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ്. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു എന്താണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ? ടെസ്റ്റ് മാർക്കറ്റിംഗ് ഒരു പുതിയ പ്രൊഡക്റ്റിനോടുള്ള ഒരു കൺസ്യൂമറിന്റെ റിയാക്ഷൻ, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് സെക്കൻഡറി മാർക്കറ്റിംഗിൽ വരുന്നതാണ്. പ്രൈമറി മാർക്കറ്റിൽ വരുന്നത് സർവേകള്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഓർ ഒബ്സർവേഷൻ, ഇതൊക്കെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ വരുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുതിയൊരു പ്രൊഡക്റ്റിനോട് ഉള്ള ഒരു കൺസ്യൂമറിന്റെ ഒരു റിയാക്ഷൻ, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് 2 പോയിന്റ് നമ്മൾ നോക്കിയോളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു, എല്ലാവരുടെയും ഈ 3rd, 4th മൊഡ്യൂള് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ് പോലെയല്ല, കുറച്ചുകൂടി ഒരു ടഫാണ്, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഗ്രഹിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനുള്ള ഏതൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു തന്നെ നോക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ചെടുത്തുള്ളൂ, 2 പേജ് ഒറ്റ പറഞ്ഞുള്ളൂ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മുതലാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ 4 സ്ട്രാറ്റജീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ഓരോന്നും പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്, അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് എന്ന് പറഞ്ഞ് തന്നെ ചോദിക്കട്ടോ. ദ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ് ഓർ സർവീസസ് ടു ദി എൻഡ് യൂസേഴ്സ്, അതിനാണ് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഡെഫിനിഷൻ അത് നോക്കാം. പിന്നെ പ്രൊമോഷണൽ സ്ട്രാറ്റജി പറഞ്ഞു, പ്രൈസിംഗ് സ്ട്രാറ്റജി പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ സ്റ്റെപ്സ് ആണ്, സ്റ്റെപ്സ് ടു ഇൻവോൾവ് ഇൻ ന്യൂ ന്യൂ ഹോസ്പിറ്റൽ, ഒരു പുതിയൊരു ഹോസ്പിറ്റല് മാർക്കറ്റിംഗ് വെക്കുന്നതിനുള്ള പുതിയ സ്റ്റെപ്സുകളാ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ 7 സ്റ്റെപ്പ് പറഞ്ഞു. ആ സ്റ്റെപ്പുകൾ നോക്കുക. 6 സ്റ്റെപ്പ് അല്ലെ, കൊമേഴ്സ്യലൈസേഷൻ വരെയും 6 സ്റ്റെപ്പ്, അത് നോക്കണം. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്? അതിനകത്ത് 2 വരുന്നത്. മാർക്കറ്റ് പ്ലാനിങ് വരുന്നുണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പിന്നെയാണ് ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാൻസിന്റെ ഇലമെന്റ്സ് വരുന്നുണ്ട്. അത് 7 എലമെന്റ് ആണ് വരുന്നത്. അതിൽ 2 നമ്മൾ പറഞ്ഞോളൂ. ഫസ്റ്റ് മാർക്കറ്റിംഗ് ഗോള് സെറ്റ് ചെയ്യണം. എന്താണ് നോക്കിയിട്ട് നമ്മള് മാർക്കറ്റിംഗ് ഗോള് 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള എയിം, അത് സെറ്റ് ചെയ്യുക. മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. ഒരുപാട് നമ്മൾ വർഷങ്ങൾ നീണ്ടു പോരുത്. അപ്പൊ അതെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം നമ്മൾ ഒരു 2 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോള് സെറ്റ് ചെയ്യുക. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. പിന്നെ രണ്ടാമത്തെ അതിനകത്ത് വരുന്നതാണ് ഏതാണ്? കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ഇനി ഇനി ആളുകളുടെയൊക്കെ ഇതെങ്ങനെയാണെന്നുള്ളത് അനുസരിച്ച് ആ ഇൻഫർമേഷൻ ഡേറ്റാസും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുക, എക്സാമിൻ ചെയ്യുകയാണ്. ഇതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് വരുന്നത്. അതിൽ നമ്മൾ 2 പറഞ്ഞു. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റിംഗ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റിംഗിൽ വരുന്നതാണ് സർവേകള്, ഫീൽഡ് ടെസ്റ്റുകള്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. സെക്കൻഡറി മാർക്കറ്റിംഗിലാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് ഇന്ന് തന്നെ വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഇന്ന് തന്നെ വായിക്കണം.